മരണാനന്തര ജീവിതം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മരണാനന്തരം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ചില ആളുകളുടെ വിചാരമുണ്ടല്ലോ, മരണമെന്ന സത്യത്തോടു കൂടി എല്ലാം അവസാനിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിരീശ്വരവാദികൾ, എത്തീസ്റ്റുകൾ, അതുപോലെ യുക്തിവാദികൾ, അതുപോലെ കുറേ സംഭവം ലോകത്തുണ്ട്. ഒരുപാട് പൈശാചിക പഠനങ്ങളും പ്രബോധനവും. അത് ഇന്ന് തൊട്ടല്ല, ഈശോയുടെ കാലഘട്ടത്തിന് മുമ്പും അതിനുശേഷം, ഈശോയുടെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലെല്ലാം ലോകം മുഴുവൻ വ്യാപരിച്ചിരുന്നൊരു പൈശാചിക ബന്ധനമാണ് യുക്തിവാദം, നിരീശ്വരവാദം, ഇങ്ങനെ എതിർ ചിന്താഗതികളുടെ കാഴ്ചപ്പാട്. അത് മുഴുവൻ അവർ പറയുന്നതൊക്കെ നമുക്ക് ശരിയെന്ന് തോന്നും. അവർ ചില ന്യായീകരണങ്ങൾ, അവർക്ക് അറിവില്ലായ്മ ഉണ്ട്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അറിയേണ്ടത് അറിഞ്ഞിട്ട് അതുകൊണ്ടാണ് അവരങ്ങനെ. അപ്പോൾ ചില മരണമെന്നൊരു യാഥാർത്ഥ്യം എല്ലാം, അതുകൊണ്ട് ചില പറയും മരണത്തോടെ എല്ലാം തീരും, അതുകൊണ്ട് ഈ ജീവിതം ഉള്ള സമയം മാക്സിമം ആസ്വദിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ നമുക്കൊരു ദിവസമില്ല, നാളെ നമുക്കൊരു ജീവിതമില്ല, എല്ലാ സന്തോഷവും എനിക്ക് ഇന്നാണ്. അപ്പം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു, ഇഷ്ടമുള്ളതിൻ്റെ പുറകെ പൊക്കൂ, ഇഷ്ടമുള്ള അത് അവിശ്വാസിയുടെ തിയറിയാണ്, അത് ദൈവവിശ്വാസമില്ലാത്തവൻ്റെ തിയറിയാണ്, പിശാചിൻ്റെ തിയറിയാണത്. പിശാചിൻ്റെ തിയറി, അവിശ്വാസിയുടെ തിയറിയാണ്. മരണമെന്ന യാഥാർത്ഥ്യത്തോടെ എല്ലാം അവസാനിക്കും, അതിനുശേഷം ഇനി ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഭൂമിയിലുള്ള ജീവിതം നീ എന്തു ചെയ്തും, യുദ്ധം ചെയ്തോ, അപ്പം മറ്റൊരു കൊലപാതകം നടത്തിയോ, നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. യു ടേക്ക് ഫ്രീഡം. നീ മാക്സിമം ഫ്രീഡം എടുക്കുക, മാക്സിമം നീ സന്തോഷിക്കുക, മാക്സിമം കൂട്ടിക്കുക, മാക്സിമം ആസ്വദിക്കുക, നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. നിന്നെ ആരും നിയന്ത്രിക്കരുത്, ആരും വേണ്ട. വിശ്വാസം, ദൈവമൊക്കെ അതൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രീഡത്തെ ബാധിക്കും. അത് ഈ ഒരു കാഴ്ചപ്പാട് പറയുന്നത് നിരീശ്വരവാദികളാണ്, എതിർചിന്ത, ദൈവമില്ലാത്തവനാണ്, നരകത്തിൻ്റെ പിശാചിൻ്റെ കൂടുതൽ തന്ത്രമാണത്, പിശാചിൻ്റെ കണ്ണിങ് നേച്ചറാണത്, കുക്കഡ്നെസ് ആണ്. അപ്പം ആ ബോധ്യങ്ങളൊന്നും ചില ചെറുപ്പക്കാർ കാണാൻ പറ്റും. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ പൂന ഭാഗത്ത് ചില ഹൈവേകളുണ്ട്, എക്സ്പ്രസ് ഹൈവേകൾ. ഈ ഞായറാഴ്ച ദിവസമാകുമ്പോൾ ചില ചെറുപ്പക്കാർ അവിടെ പഠിച്ച എനിക്കറിയാവുന്ന ആളുകൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഞായറാഴ്ച ആകുമ്പോൾ ഇവരിങ്ങനെ ബൈക്ക് എടുത്തിട്ട് കുറേ പിള്ളേർ ഒരുമിച്ച് അങ്ങ് ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കും. നിയന്ത്രണം വിട്ട് വണ്ടി ഓടിക്കും. വേണ്ട, അവരങ്ങ് പോകുക, അങ്ങ് ആസ്വദിക്കും. ചിലപ്പോൾ അവർ ഡ്രഗ്സൊക്കെ എടുത്ത്, കഞ്ചാവൊക്കെ എടുത്തിട്ടായിരിക്കും അവർ ഓടിക്കുന്നത് പറയും. അപ്പോൾ ഈ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു അപകടമെങ്കിലും ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ഒരുത്തൻ മരിച്ചു പോയും. അപ്പോൾ അത് വന്നാൽ അവർക്ക് യാതൊരു ഫീലിംഗ് ഇല്ല. പിറ്റേ ആഴ്ച വീണ്ടും അവരെടുത്ത് ഓടും. അപ്പോൾ അവരുടെ ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിതം. ആ ജീവിതം അങ്ങ് ആസ്വദിച്ചങ്ങ് തീരട്ടെ, ഒരേ ഒരു ജീവിതം. അതായത് ഒരുപാട് കോളേജുകളിലെ പ്രൊഫസർമാർ ചില കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് പൈശാചിക പ്രബോധനം, അത് സൈറ്റാനിക് പ്രബോധനം, ടീച്ചിങ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലേ കയറി നമ്മുടെ മാതാപിതാക്കൾ. അപ്പോൾ ജീവിതം ഇതാണ്. അപ്പോൾ എല്ലാം നേടിയെടുക്കേണ്ടത് ഇവിടെയാണ്. ഈ അല്പം അതേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം സ്തുതിക്കുക. നീ ഒന്നും ചെയ്യണ്ട, നീ വേറെ രീതിയിലൂടെ ജീവിച്ചു. ഈ ഒരു കാഴ്ചപ്പാട് ലോകത്ത് കയറുന്നുണ്ട്. അത് പിശാചിൻ്റെ പ്രബോധനമാണ്. അത്തരം പ്രബോധനങ്ങളിൽ പെട്ട് ആത്മനാശം സംഭവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് മാതാപിതാക്കൾ, പല ആളുകൾ, സഭയ്ക്കുള്ളിൽ തന്നെ ചില ആളുകൾ അങ്ങനെയുണ്ട്. നമുക്ക് വിശ്വാസം മരണത്തോടു കൂടി എല്ലാം തീരും എന്നുള്ള കാഴ്ചപ്പാട് അത് തെറ്റായ കാഴ്ചപ്പാടാണ്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം അനുസരിച്ച് മരണാനന്തരം ഒരു ജീവിതമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. There is a life after death. There is. അപ്പോൾ അത് 100%. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കാനുള്ള കാരണം? ഒറ്റ കാരണത്താലാണ്, നമ്മുടെ കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതൊരു കെട്ടുകഥയല്ല, മനുഷ്യരുണ്ടാക്കിയ ഒരു കടങ്കഥയല്ലത്, ഒരു വെറുതെ ഉണ്ടാക്കിയതല്ല. ശരിക്കും അത് സത്യമായ കാര്യമാണ്, ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിനെ നിഷേധിക്കാൻ ആർക്കും ആവില്ല. അത് പഠിക്കാത്തവൻ നിഷേധിക്കും. തെറ്റായ വിധി പഠിപ്പിക്കുന്ന ചില പുസ്തകങ്ങളൊക്കെ ലോകത്തുണ്ട്. അത് പിശാചിൻ്റെ പുസ്തകങ്ങളുണ്ടോ. ക്രിസ്തുവിനെ അല്ലെ ഉത്ഥാനത്തെ, മരണാനന്തര ജീവിതത്തിൽ മനുഷ്യൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വർഗത്തിലേക്ക് പോകുന്നവന് ഉറപ്പാണ്, അവൻ വിശ്വാസം. അതുകൊണ്ട് അപ്പോൾ ആ ബോധ്യങ്ങളെ വേണ്ടി സാത്താൻ്റെ ശക്തികൾ ലോകത്തിൽ തെറ്റായ പഠനങ്ങൾ കൊടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് മരണാനന്തരം ഒരു ജീവിതം നമുക്കുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ഈശോയുടെ ഉത്ഥാനം, ഈശോ ഉയർത്തെഴുന്നേറ്റു, ഈശോ ഉത്ഥിതനാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. അവിടെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ബൈബിളിൽ ഈശോ ഉത്ഥിതനാണ്. ഒരുപാട് കാര്യം അതിനെക്കുറിച്ചൊന്നും ഞാൻ പോകുന്നില്ല, അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ ഇപ്പോൾ നമുക്ക് സാധ്യമല്ല. ശ്രമപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ ഒന്ന് രണ്ട് വചനങ്ങൾ അച്ഛൻ തരാൻ പോവാ. ശ്രമപ്പെടുത്തി പറഞ്ഞ ഈശോയെ നന്ദി. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 1 കൊറിന്തോസ് 15
4 മുതൽ 9 വരെയുള്ള വചനം അച്ഛൻ വായിക്കാൻ പോവാ. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതന് എന്ന പോലെ അവിടുന്ന് എനിക്കും പ്രത്യക്ഷനായി. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം 100% സത്യമാണ്. അത് കഥയല്ല, കെട്ടുകഥയല്ല. നമ്മൾ 30 വയസ്സ് വരെ ഈശോ മനുഷ്യനായിട്ട് ജീവിച്ചു. 33 വയസ്സ് വരെ, 33-ാമത്തെ വയസ്സ് ഈശോ കുരിശിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശിൽ രക്തം ചിന്തി മരിച്ചു. അതിനുശേഷം ഈശോ അടക്കം ചെയ്യുന്നു. അതിനുശേഷം 3-ാം നാൾ ഉത്ഥാനം ചെയ്തു. ഈ ഉത്ഥാനത്തിന് സാക്ഷികൾ ഇവിടെ 500-ലധികം പേർക്ക് അവൻ പ്രത്യക്ഷനായെന്ന് ദൈവവചനം പറയാം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അതിനെക്കുറിച്ച് ഒരുപാട് സയൻറ്റിഫിക്കലായിട്ടുള്ള പഠനങ്ങളുണ്ട്, അതിലേക്കൊന്നും അച്ഛൻ പോകുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യം പറയാൻ പോകും. നിങ്ങൾക്ക് മനസ്സിലാകാൻ, സാധാരണക്കാരായ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവിലൊന്ന് ഞാൻ പറയുന്നത് ഈശോയുടെ 12 അപ്പസ്തോലന്മാരെ കുറിച്ചാണ്. ഈശോയുടെ 12 അപ്പസ്തോലന്മാർ യോഹന്നാൻ ഒഴിച്ച് ബാക്കി 11 അപ്പസ്തോലന്മാർ, മത്തിയാസിനെ ഉൾപ്പെടുത്തിയാണ് ഞാൻ 12 എന്ന് പറഞ്ഞത്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ആ 12 അപ്പസ്തോലൻ യോഹന്നാൻ ഒഴിച്ച് 11 അപ്പസ്തോലന്മാരും മരിച്ചത് രക്തസാക്ഷികളായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. രക്തസാക്ഷികളായിട്ട് മരിക്കണമെങ്കിൽ എന്ത് ക്രൂരമായ വേദന സഹിക്കണമല്ലോ, എന്തൊരു പീഡ അനുഭവിച്ചാൽ മരിക്കുന്നല്ലേ. അപ്പോൾ ചിലരെ എണ്ണയ്ക്കകത്ത് കൊണ്ടിട്ട്, ചില കുരിശ് തറച്ചോ, ചില കഴുത്ത് വട്ടം മുറിച്ച് കളഞ്ഞത്. നമുക്കറിയാം തോമാസ് ശ്ലീഹായെ കുന്തം കൊണ്ട് കുത്തി, അങ്ങനെയാണ് തോമാസ് ശ്ലീഹ മരിക്കുന്നത്. അങ്ങനെ സംഭവമുണ്ട്. പത്രോസ് ശ്ലീഹായെ കുരിശിൽ തലകീഴായിട്ട് റോമിൽ വെച്ച പത്രോസ് ശ്ലീഹ മരിക്കുന്നത് കുരിശിൽ തലകീഴായിട്ട് തറച്ച. അപ്പോൾ ഞാൻ നോക്കാറുണ്ട്, ഈ പത്രോസ് നുണയനായിരുന്നെങ്കിൽ യേശുവിനെ കണ്ടത്, ഉത്ഥിതനായ യേശുവിനെ കണ്ടത് കള്ളത്തര, അത് വേറൊരു തോന്നല, അല്ലെങ്കിൽ ഒരു ഹലൂസിനേഷനാ, വേറൊരു ചിന്ത. അങ്ങനെയാണെങ്കിൽ ജീവൻ കൊടുക്കാൻ തയ്യാറാവും. ആരെങ്കിലും ഇതുപോലെ മരിക്കാൻ തയ്യാറാവും. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ ഹല്ലേലൂയ. ആ അപ്പസ്തോലന്മാർ മുഴുവനും യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായത്, യേശുവിന് വെച്ചാൽ ഉത്ഥിതന് വേണ്ടിയാണ് മരിച്ചത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വേണ്ടിയാണ് അവർ മരിച്ചത്. അപ്പോൾ അവർ കണ്ടത് നുണയായിരുന്നില്ല. അവരുടെ കൂടെ ഇരുന്ന് ഈശോ മരിച്ചു ഉത്ഥാനം ചെയ്ത ഈശോ അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു, അവരോട് സംസാരിച്ചു, അവർ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതെല്ലാം 100% സത്യം. അല്ലെങ്കിൽ അത്രമാത്രം ക്രൂരമായ മരണം, പീഡനം, ആ പീഡയേൽക്കാൻ ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഈ റോമൻ ചക്രവർത്തിമാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആദിമ സഭയിലുണ്ടായിരുന്ന ആളുകളെ പിടിച്ച് തിളയ്ക്കുന്ന എണ്ണയെ കൊണ്ടിടുമായിരുന്നു. തിളച്ചിങ്ങനെ തീ കൂട്ടിയിടുമ്പോൾ അങ്ങോട്ട്, ചില തീക്കകത്ത് കൊണ്ടിടുമായിരുന്നു. ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് മുഴുവനും. റോമൻ കൊളോസിയത്തിലൊക്കെ ചെയ്യുമ്പോൾ ഈ രാജാക്കന്മാർക്ക് വിനോദങ്ങൾ എന്നാണ് ഈ സിംഹങ്ങളുടെ കുഴിയിൽ മനുഷ്യരെ ഇറക്കി വിടുന്നത്. അപ്പോൾ മനുഷ്യരെ ഇങ്ങനെ മൃഗങ്ങൾ കടിച്ച് കൃത്തിനും, പ്രത്യേകിച്ച് സിംഹം. അപ്പോൾ അതിൽ ആദിമസഭയുടെ ആദ്യത്തെ മെത്രാൻ എന്ന് പറയാവുന്ന ആളാണ് സെൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിനെ കൊണ്ടുപോയിട്ട് സെൻറ്റ് ഇഗ്നേഷ്യസിനെ കൊണ്ടുപോയിട്ട് റോമിലുള്ള സിംഹക്കുഴി കൊണ്ടിടും. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ സിംഹക്കുഴിയിലോട്ട് വീഴും. അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കാതെ, ആ മരണ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിൻ്റെ കാരണം അവരെല്ലാവരും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു, അനുഭവിച്ചിരുന്നു. അവരെല്ലാം ഉള്ളിൽ ഉയർത്തുള്ള ഒരു ജീവിതം, മരണാനന്തരമുള്ള ഒരു സ്വർഗീയ ജീവിതം, ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം അവരറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് രക്തസാക്ഷികളാകാൻ അവർക്ക് മടിയില്ലായിരുന്നു. ആദിമസഭ അവരുടെ വസ്തുക്കളും സ്വത്തും മുഴുവനും വിറ്റിട്ട് പത്രോസിന്റെ പാദത്തിൽ കൊണ്ടുവെക്കും. പത്രോസ് അത് പാവങ്ങൾക്കെല്ലാം വീതി വെച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ മുഴുവൻ വസ്തുക്കളും സമ്പത്തും മുഴുവൻ ഉപേക്ഷിക്കാനുള്ള കാരണം അവരുടെ മനസ്സിൽ വ്യക്തമായ അനുഭവം, തോന്നലല്ല, അനുഭവം ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം, യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം, അനുഭവം ഉണ്ടായിരുന്നുകൊണ്ട് അവർ ഈ വസ്തു മുഴുവൻ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകുന്നത് അവർക്ക് അതിന് ശേഷമുള്ള സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം, അനുഭവം ഉണ്ടായിരുന്നു. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസേ പറഞ്ഞത്, എനിക്ക് ജീവിതം ക്രിസ്തുവും
ബാക്കി പറയാമോ? എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം. കാരണം വെച്ചാൽ മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ഉത്ഥിതനോട് കൂടെ ജീവിക്കണം എന്നുള്ള കൊതിയായിരുന്നു. അതുകൊണ്ട് അവർ മരണത്തെ അവർ സ്വാഗതം ചെയ്തിരുന്നു, അവരാഗ്രഹിച്ചിരുന്നു. ഈ ശരീരമാകുന്ന വസ്ത്രമൊന്ന് ഉരിഞ്ഞു പോകാൻ, അത് മാറിപ്പോകാൻ അവർ ആഗ്രഹിച്ചു. കാരണം ക്രിസ്തുവിനോട് കൂടെയുള്ള ഉത്ഥിതനോട് കൂടെയുള്ള ജീവിതം അവർ കൊതിയോടെ ആഗ്രഹിച്ചു. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ 325 AD വരെയുള്ള കാലഘട്ടം, 325 വർഷത്തോളം സഭയിൽ അതിക്രൂരമായ പീഡകൾ അനുഭവിച്ചു. ആദ്യം സഭാമക്കൾ മുഴുവനും അനേകരെ കൊല്ലപ്പെട്ടു, അനേകരെ ഉപദ്രവിച്ചു കൊല്ലുന്നുണ്ട്, അനേകർക്ക് മൃഗങ്ങൾക്ക് ഇരയായിട്ട് കൊടുക്കുന്നുണ്ട്, തീക്കുണ്ടത്തിൽ കൊണ്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ കൊണ്ടുപോയിട്ട് പല അപകടപ്പെടുത്തുന്നുണ്ട്, പലവരത്ത് കൊല്ലുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ അവർ മരിക്കുമ്പോൾ അവർ ദൈവത്തെ യേശുവേ എന്ന് വിളിച്ച് മരിക്കുക. കാരണം വെച്ചാൽ അവരുടെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് തോന്നലല്ല, ഹലൂസിനേഷൻ അല്ല, അതൊരു ഇമാജിനേഷൻ അല്ല, ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറഞ്ഞാൽ അല്ലത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ, ഇന്നും സഭയിൽ അച്ഛൻ വചനം അത്ഭുതങ്ങളും രോഗശാന്തികളും പറഞ്ഞു. അതിൻ്റെ കാരണം വേറൊന്നുമില്ല, ഇന്നും ഉത്ഥിതനായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട മക്കളെ, മരണം ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കില്ല. അതിനുശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഉണ്ടെന്ന് നമുക്ക് അനുഭവത്തിലൂടെ വ്യക്തമായിട്ട് കാണിച്ചു തന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് ഈശോ തന്നെ പാട് പീഡകളേറ്റ് കുരിശിൽ രക്തം ചിന്തി മരിച്ചതിൻ്റെ തന്നെ കാരണം എന്താണെന്നറിയാമോ? ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിൻ്റെ കൈകാലുകളിൽ ആണികൾ തറച്ച് യേശു കുരിശിൽ രക്തം ചിന്തി മരിക്കുമ്പോൾ അങ്ങനെ മരിക്കാൻ തന്നെ കാരണം അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈശോ ദൈവോത്രനായതുകൊണ്ട് എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് അത് ശരിക്കും നമ്മൾ ഈശോ എന്തിനാണ് ഈ 33 വയസ്സിൽ മരിച്ചത്? ഈശോ നമുക്കൊരു വലിയൊരു അനുഭവം തരാനാണ്. മരണാനന്തരം നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, റോമാ 8:18, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളൊന്നും നിങ്ങൾ ഗൗരവമായിട്ട് കാണണ്ട. കാരണം ഇതിന് ശേഷം ഒരു ജീവിതമുണ്ട്, അസ്തിത്വമുള്ള നിത്യമായ ജീവിതമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതമെന്ന് സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ. എന്തിനാണ് ദൈവജനം മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുന്നത്? എന്തിനാ മാമോദീസ സ്വീകരിക്കുമ്പോൾ ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലും ഈശോ മിശിഹായുടെ മരണത്തിലും ഈശോ മിശിഹായുടെ സംസ്കാരത്തിലും ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിലും പങ്കുപറ്റി ദൈവമകനായിട്ട് ദൈവമകളായിട്ട് ഉയർത്തപ്പെടുന്ന സമയമാണ് മാമോദീസ. യേശുവിൽ വിശ്വസിക്കണമെന്ന് പറയേണ്ട കാരണം എന്ന് പറയുമ്പോൾ സംഭവം ഇതാണ്, ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമ്മുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്യാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രം. ആര് മാത്രം പറഞ്ഞേ? യേശു ക്രിസ്തു മാത്രം. 2 കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ഞാൻ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനാണ്. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനാണ് യേശു. ജീവന്റെയും ഞാൻ ഉത്ഥാനമാണ്. യേശു ഉയർപ്പിക്കുന്നവനാണ്. അതുകൊണ്ടാണ് യേശുവിൽ നമ്മൾ എന്തുകൊണ്ടാണ് യേശു വിശ്വസിക്കുന്നത്? മരണാനന്തരം എനിക്ക് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ എനിക്ക് ജീവിതം നടത്തണം, ഇപ്പം ഈ ജീവിതത്തിലേക്ക് പോകണം. അതാണ് സത്യം. അതുകൊണ്ട് എല്ലാം നമ്മെ പഠിപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കള്. പോര ഒറ്റ വിളി, കരം കൂടി ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തെ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ ഇനി 1-2 കാര്യങ്ങൾ പറയാം. നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ക്രിസ്ത്യാനി നമ്മൾ ഈ ഭൂമിയിൽ ആരായാലും ഏത് വിശ്വാസത്തിൽ കഴിയുന്ന വ്യക്തിയായാലും ഒരു സത്യം അറിഞ്ഞുകൊള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ സത്യം പറയുമ്പോൾ എല്ലാവർക്കും വിഷമം വരും. പ്രൈസ് ദി ലോർഡ്. മരിച്ചു കഴിയുമ്പോൾ ആദ്യം കാണുന്നത്, ഈ ഭൂമിയുള്ള ഏതൊരു വ്യക്തിയും ശരീരത്തിൽ നിന്ന് ജീവൻ വേർപിരിയുമ്പോൾ ആദ്യം കാണുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. മുഴുവൻ ആളുകളും കാണുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. ഹല്ലേലൂയ. 2 സഭയുടെ പറഞ്ഞു ഞാൻ പഠിപ്പിക്കാൻ പോടുന്നത്. 2 ഒരു ജീവന്റെ പുസ്തകം തുറക്കപ്പെടും. ഒരുവന്റെ ജീവിതത്തിൽ ആദ്യ നിമിഷം മുതൽ അവസാന മിനിറ്റ് വരെ അവൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തികളും, നന്മ പ്രവർത്തികളും തിന്മ പ്രവർത്തികളും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം തുറക്കപ്പെടും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു വിധി ഉണ്ടാകും.
മരണമെന്ന സമയത്തുണ്ട്. ഇത് മരിച്ചു കഴിഞ്ഞ് ഞാൻ പറയും ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ ഈ സംഭവം നടക്കുന്ന പോലെയാണ് സഭയുടെ പ്രബോധനം. ഞാൻ വായിച്ചാലേ നിങ്ങൾക്കൊന്നും മനസ്സിലാവുള്ളൂ. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മരിച്ചു കഴിയുമ്പോൾ ജീവൻ്റെ എല്ലാ പ്രവർത്തികളും തുറക്കപ്പെടും. എല്ലാ പ്രവർത്തികളും ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു വിധി ഉണ്ടാകും നമ്മുടെ മേൽ. ഒരു വിധി, ഒരു ന്യായവിധി ഉണ്ടാകും. പ്രവർത്തികൾക്കനുസരിച്ചുള്ളൊരു വിധി. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നെങ്കിൽ നേരിട്ട് സ്വർഗം, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലൂടെ സ്വർഗം, അല്ലെങ്കിൽ നിത്യ നരകം എന്ന് 3 സംഭവം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഒന്നെങ്കിൽ നേരിട്ട് സ്വർഗം, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലൂടെ സ്വർഗം, അല്ലെങ്കിൽ നേരിട്ട് നിത്യ നരകം എന്ന സംഭവമാണ് സുവിശേഷം. സഭയും നമുക്ക് കത്തോലിക് ചർച്ച് ഞാൻ വായിക്കാൻ പോകും, എനിക്ക് കേട്ടുകൊള്ളുക. ഇത് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ 1021, 1022 ഖണ്ഡികകൾ വായിക്കുക. ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനും സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. വിധിയെപ്പറ്റി പുതിയ നിയമം പറയുന്നു. ഒന്നാമതായി യേശുവിൻ്റെ 2ാമത്തെ ആഗമന വേളയിൽ അവിടുന്നുമായുള്ള അന്തിമ സമാഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ. എന്നാൽ ഓരോ വ്യക്തിയും ശ്രദ്ധിച്ചോണം, പ്ലീസ് എല്ലാവരും ശ്രദ്ധിക്കണേ വാക്ക്. ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടനെ തന്നെ അവൻ്റെ പ്രവർത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് സഭ ഉറപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ദരിദ്രനായ ലാസറിൻ്റെ ഉപമയും ക്രിസ്തു കുരിശിൽ കിടന്ന നല്ല കള്ളനോട് പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ മറ്റു പല ഭാഗങ്ങളും ആത്മാവിൻ്റെ ഭാഗധേയത്വത്തെ പറ്റി ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാവുന്ന അന്തിമ ഭാഗധേയത്വത്തെ പറ്റി പറയുന്നുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അന്തിമ ഭാഗധേയത്വം, അതായത് മരണാനന്തരം ഓരോരുത്തർക്കും വ്യത്യസ്തം. എന്താണ് ഈ വ്യത്യസ്തം? അടുത്ത് പറയും, ഓരോ മനുഷ്യനും കേട്ടോണം, ഓരോ മനുഷ്യനും, അത് ഏത് ഭാഷക്കാരനെന്നോ ഏത് വിശ്വാസിയെന്നോ ഒന്നും ഇവിടെ പറയുന്നില്ല. ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ഉദ്ധിതനായ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ, മരിച്ചു പോകുകയില്ലാത്ത, ഇല്ലാതായി തീരുകയില്ലാത്ത ആത്മാവിൽ, അത് അമർത്യമായ ആത്മാവ്, മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വതമായ പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സ്വർഗ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇതിന് പറയുന്ന പേരാണ് തനതു വിധി. മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വിധിയുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ ഞാൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം, വചനാധിഷ്ഠിതമായ ജീവിതം, വിശുദ്ധിയുടെ ജീവിതം, പുണ്യത്തിൻ്റെ ജീവിതം, ക്രിസ്തുവിന് ചേർന്നുള്ള ജീവിതം, ദൈവരാജ്യത്തിൻ്റെ ജീവിതം, ദൈവവചനാധിഷ്ഠിതമായ ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എങ്കിൽ, പുണ്യവാന്മാർ ഈ ഭൂമി ജീവിച്ചതുപോലെ, വിശുദ്ധാത്മാക്കൾ ജീവിച്ചതുപോലത്തെ ജീവിതമാണ് ഞാൻ നയിക്കുന്നതെങ്കിൽ മാത്രമേ മരിക്കുന്ന സമയത്ത് എൻ്റെ ആത്മാവിന് നിത്യജീവിതത്തിൽ പറുദീസായിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയനേ, വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. പ്രിയനേ, വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ഒട്ടും താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. ഒട്ടും താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ.
വിളിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയ ജീവിതത്തിന് വേണ്ടി കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിച്ച് എല്ലാ വേദനകളും തീരുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ മരിച്ച് ഉത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോടെ തുല്യത്തിലുമോ ഇന്നത്തെ കഷ്ടതകളെല്ലാം സാരങ്ങളാണ്. കഷ്ടത സഹനശീലവും ആത്മധൈര്യവും ശക്തിയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ കൊടുക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. ഒറ്റ വിളിച്ചോയേ ഈശോയേ. സകല കെട്ടുകളും ബന്ധനങ്ങളടിയട്ടെ. അഭിഷേകം അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ. സ്തുതിക്കട്ടെ, കരം ഉയർത്തി സ്തുതിക്കുന്നു. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിന് അഭിഷേകം. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിന് അഭിഷേകം. അഭിഷേകം അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം. അഭിഷേകം അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം. തിരുമാംസനിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. തിരുമാംസനിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. ഈശോയേ 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 ഈശോയേ.